HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പഠനത്തിൽ മറക്കരുതാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം നമ്മളിന്ന് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകളിൽ നടന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സിന്തറ്റിക് റബ്ബേഴ്സ് ആയ ബ്യൂണ പറ്റിയും ബ്യൂണ എസിനെ പറ്റിയിട്ടുമാണ്. നമ്മളിവരെ NBR എന്നും SBR എന്നുമുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം നോക്കിക്കേ, question ഇതാണ്. Buna N and Buna S are formed when 1,3-butadiene combines with the following compounds in presence of sodium respectively. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ബ്യൂണ Nന്റെയും ബ്യൂണ Sന്റെയും മോണോമേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഒരു മോണോമറിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ഇവിടെ അവർ തന്നിട്ടുണ്ട്. ഏതാണ്? 1,3-butadiene ആണ് രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള ഒരു മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള മോണോമേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ പല ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഈ C6H5 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റൈറീൻ ആണ്. ഈ CH2 ഡബിൾ ബോണ്ട് CHCN എന്ന് പറഞ്ഞാൽ അത് കോമൺലി അറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ അക്രിലോ നൈട്രേൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ബ്യൂണ N, ബ്യൂണ S. അപ്പം നമുക്കറിയാം ഇവിടെ നൈട്രജൻ വരുന്നുണ്ട്, ഇവിടെ സൾഫർ വരുന്നുണ്ട്. അപ്പം ബ്യൂണ Nഉം ബ്യൂണ S എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും. ബ്യൂട്ടാഡൈനും അക്രിലോ നൈട്രേൽ, ആ നൈട്രേലിന്റെ N ആയിരിക്കും അവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ 1,3-butadiene നമ്മുടെ അക്രിലോ നൈട്രേലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്യൂണ N കിട്ടുന്നത്. അക്രിലോ നൈട്രേൽ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CHCN. നമ്മളുടെ ഈഥീൻ മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടെ സയനൈഡ് ഗ്രൂപ്പ് റീപ്ലേസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? അക്രിലോ നൈട്രേൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഈ സയനൈഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഓയിൽ ആൻഡ് സോൾവെന്റ് റെസിസ്റ്റൻസിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ ബ്യൂണ N എന്ന് പറയുന്ന ആ ഒരു റബ്ബർ, അതായത് നമ്മൾ അതിനെ NBR എന്നൊക്കെ ചുരുക്കപ്പേരിലൊക്കെ പറയും. അതെന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മളുടെ ബെൽറ്റുകളും സീലുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഓയിൽ സീലുകളും ബെൽറ്റുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബ്യൂണ N യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ സ്റ്റൈറീൻ എന്ന് പറയുന്നത്. നമ്മളുടെ അരോമാറ്റിക് റിങ്ങിൽ ഒരു ഹൈഡ്രജൻ, ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഹൈഡ്രജൻ മാറി CH2 ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്ത് വരുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൈറീൻ എന്ന് പറയുന്നത്. അപ്പോൾ 1,3-butadiene സ്റ്റൈറീനും കൂടെ മോണോമേഴ്സ് ആയിട്ട് വരുന്ന ഒരു പോളിമറാണ് നമ്മുടെ ബ്യൂണ S എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അവിടെ സ്റ്റൈറീൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ S എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഓട്ടോമൊബൈൽ ടയേഴ്സും റബ്ബർ സോൾസും ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബ്യൂണ S യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ ഇത് രണ്ടുപേരും ബ്യൂണ Sഉം ബ്യൂണ Nഉം എന്താണ്? സിന്തറ്റിക് റബ്ബേഴ്സ് ആണ്. അവരുടെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ബ്യൂണ Nന്റെ കേസിൽ 1,3-butadieneഉം നമ്മളുടെ അക്രിലോ നൈട്രേലുമാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. ഈ റിയാക്ഷൻ ഒക്കെ നടക്കുന്ന എന്താണ്? ഇൻ പ്രസൻസ് ഓഫ് സോഡിയം. മനസ്സിലാകുന്നു? ഇനി നമ്മളുടെ ബ്യൂണ S ആണെങ്കിൽ അതിനെ നമ്മൾ SBR എന്ന് പറയും, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. മറ്റേത് നൈട്രൈൽ ബ്യൂട്ടാഡൈൻ റബ്ബർ, NBR. മനസ്സിലാവുന്നു? NBRഉം SBRഉം എന്നാണ് നമ്മളിവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് മാറിയും തിരിച്ചും കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. B ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തന്നേക്കുന്നത്. സ്റ്റൈറീനും അക്രിലോ നൈട്രേലും ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം അത് മാറിയും തിരിച്ചും ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ തന്നേക്കുന്നത് ഹെക്സാമെഥിലീൻ ഡൈയമിനും എഥിലീൻ ഗ്ലൈക്കോളും. ഈ മോണോമേഴ്സ് ഏതെങ്കിലും പോളിമേഴ്സ് നമുക്ക് തരുന്നുണ്ടോ? ഏതാണ് ആ പോളിമർ? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. എഥിലീൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും ഇത് തരുന്ന പോളിമർ ഏതാണ്? ഇത് നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബ്യൂണ Sഉം ബ്യൂണ Nഉം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അവരുടെ ആപ്ലിക്കേഷനും മനസ്സിലായി കാണും. ഇപ്പം ബ്യൂണ Nന്റെ കേസിൽ നമ്മളുടെ അക്രിലോ നൈട്രേറ്റിൽ വരുന്ന സയനൈഡ് ഗ്രൂപ്പാണ് നമ്മളുടെ ഓയിൽ ആൻഡ് സോൾവെന്റ് റെസിസ്റ്റൻസിന് കാരണമാകുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം.
ഇവിടെ നമ്മളുടെ ഈ ബ്യൂണ എസ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ടയേഴ്സിലും റബ്ബർ സോൾസിൻ്റെ ഒക്കെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ കാണിച്ചേക്കുന്നതാണ് ബ്യൂണ എൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ കാണിച്ചേക്കുന്ന ആളാണ് 1,3-ബ്യൂട്ടാഡൈൻ. നോക്കിക്കേ, നമ്മൾ നമ്പർ കൊടുക്കുമ്പോഴത്തേന് 1, 2, 3. കണ്ടോ, 2 ഡബിൾ ബോണ്ടുകൾ എവിടെ വരുന്നു? ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലുള്ള കാർബണിലും 2 ഡബിൾ ബോണ്ടുകൾ വരുന്നു. അതുകൊണ്ട് ഇതിനെയാണ് ഇതെന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ, ബ്യൂട്ട്. 4 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ബ്യൂട്ടൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഡബിൾ ബോണ്ട് വരുന്നു. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1,3-ബ്യൂട്ട, 2 ഡബിൾ ബോണ്ടുകളുണ്ട്. സോ ഡൈൻ, 1,3-ബ്യൂട്ടാഡൈൻ. ഇത് ഫിസിക്സും കൂടെ പഠിക്കുന്നവരുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ 1,3-ബ്യൂട്ടാഡൈൻ ആണിത്. നമ്മുടെ അക്രിലോനൈട്രൈലാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മുടെ ഈഥീൻ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ മാറി സയനൈഡ് വരുവാണെങ്കിൽ അതാണ് നമ്മുടെ അക്രിലോനൈട്രൈൽ. കണ്ടോ, N മോളിക്യൂൾ ഓഫ് അക്രിലോനൈട്രൈലും 1,3-ബ്യൂട്ടാഡൈനും നമ്മൾ എടുക്കുകയാണ്. ഇവരെന്ത് ചെയ്യാണ്? ഇവര് പോളിമറൈസ് ചെയ്ത് നമുക്ക് എന്ത് തരുവാണ്? നമ്മുടെ ബ്യൂണ എൻ എന്ന് പറയുന്ന ഒരു പോളിമർ തരുവാണ്. കണ്ടോ, CH2. കണ്ടോ, ഇവിടെ ഈ ഒരു പോളിമർ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ബ്യൂണ എൻ എന്ന് പറയുന്നത്. അപ്പം ബ്യൂണ എൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? നമ്മളുടെ ബ്യൂണ എസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? ഇവിടെയും സെയിം ആണ്, 1,3-ബ്യൂട്ടാഡൈൻ ആണ് എടുക്കുന്നത്. 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും. കണ്ടോ, നമ്മുടെ അരോമാറ്റിക് റിങ്ങിൽ ഒരു CH ഡബിൾ ബോണ്ട് CH2 വന്നാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റൈറീൻ എന്ന് പറയുന്നത്. അപ്പം 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും സോഡിയത്തിന്റെ പ്രസൻസിൽ പോളിമറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബ്യൂണ എസ് എന്ന് പറയുന്ന നമ്മളുടെ പോളിമർ കിട്ടും. അപ്പം രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള മോണോമർ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ്? 1,3-ബ്യൂട്ടാഡൈൻ ആണ്. ബ്യൂണ എന്നിൻ്റെയും ബ്യൂണ എസിൻ്റെയും കോമൺ ആയിട്ടുള്ള പോളിമർ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, NBRന്റെ അല്ലെങ്കിൽ SBRന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. എന്തൊക്കെയാണ്? 1,3-ബ്യൂട്ടാഡൈനും അക്രിലോനൈട്രൈലുമാണ് NBRന്റെ പോളിമേഴ്സ്. NBSന്റെ ആണെങ്കിലോ 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറീനുമാണ്. മനസ്സിലാകുന്നു? അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡൈയമീനും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. കണ്ടോ, അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡൈയമീനും, അതുപോലെ തന്നെ എഥിലീൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു പോളിമറാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അപ്പോൾ അഡിപ്പിക് ആസിഡ് മോണോമറായിട്ട് വരുന്ന ഒരു പോളിമറാണ് നമ്മളുടെ നൈലോൺ 66 എന്ന് പറയുന്നത്. അവിടെ അഡിപ്പിക് ആസിഡിൻ്റെയും ഹെക്സാമെഥിലീൻ്റെയും ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ് എന്തുണ്ടാകുന്നത്? നൈലോൺ 66 ഉണ്ടാകുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പോളിമറാണ് ഇതൊക്കെ, നൈലോൺ 66 എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പറയുന്നത് എഥിലീൻ ഗ്ലൈക്കോളും ടെറിത്താലിക് ആസിഡും. ഈ കാണിച്ചേക്കുന്നതാണ് നമ്മളുടെ എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. CH2OH, CH2OH, 2 CH2OH ഗ്രൂപ്പുകൾ വരുന്നതാണ് നമ്മളുടെ എഥിലീൻ ഗ്ലൈക്കോൾ. ടെറിത്താലിക് ആസിഡ് നോക്കിക്കേ, നമ്മുടെ ബെൻസീൻ റിങ്ങിൽ 2 CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുവാണെങ്കിൽ അതാണ് നമ്മുടെ ടെറിത്താലിക് ആസിഡ്. അപ്പം ടെറിത്താലിക് ആസിഡിൻ്റെയും എഥിലീൻ ഗ്ലൈക്കോളിൻ്റെയും പോളിമറാണ് നമ്മളുടെ, അതിനെ നമ്മൾ ടെർലീൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡാക്രോൺ എന്ന് പറയും. അങ്ങനെയുള്ളൊരു എഥിലീൻ ഗ്ലൈക്കോളിൻ്റെയും ടെറിത്താലിക് ആസിഡിൻ്റെയും ഒരു പോളിമറാണ് ഡാക്രോൺ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അഡിപ്പിക് ആസിഡിൻ്റെയും ഹെക്സാമെഥിലീൻ ഡൈയമിൻ്റെയും ഒരു പോളിമറാണ് നമ്മളുടെ നൈലോൺ 66 എന്ന് പറയുന്നത്. ഈ പേരുകൾ വന്നുകൊണ്ട് ഞാൻ ഇവരെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതും കൂടെ നമ്മൾ പഠിക്കണം. സോ അഡിപ്പിക് ആസിഡ് വന്നതുകൊണ്ടും നമ്മളുടെ എഥിലീൻ ഗ്ലൈക്കോൾ വന്നതുകൊണ്ടുമാണ് ഞാൻ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. അഡിപ്പിക് ആസിഡിൻ്റെയും ഹെക്സാമെഥിലീൻ ഡൈയമീൻ്റെയും പോളിമറാണ് നൈലോൺ 66. നമ്മളുടെ എഥിലീൻ ഗ്ലൈക്കോളിൻ്റെയും ടെറിത്താലിക് ആസിഡിൻ്റെയും പോളിമറാണ് നമ്മളുടെ ഡാക്രോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബ്യൂണ എസ് അറിയാം, ബ്യൂണ എൻ അറിയാം, നൈലോൺ 66 അറിയാം, അതുപോലെ തന്നെ നമ്മളുടെ ഡാക്രോണിൻ്റെ മോണോമേഴ്സും അറിയാം. പലപ്പോഴും നമ്മുടെ പോളിമർ കെമിസ്ട്രിയിൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മോണോമേഴ്സ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്: The process of titration that take place between KCl and silver nitrate is commonly referred as. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് ടൈട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ +2 ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ ടൈട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. ആസിഡ് ബേസ് ടൈട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്, ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്, റിഡോക്സ് ടൈട്രേഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചോദിച്ചേക്കുന്നത് ഇപ്പം പൊട്ടാഷ്യം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും അത് തമ്മിലുള്ള ടൈട്രേഷൻ ഈ ഏത് കാറ്റഗറിയിൽ,
ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ടൈട്രേഷനിലാണ് വരുന്നതെന്നാണ്. ഇപ്പൊ ആസിഡ് ബേസ് ടൈട്രേഷൻ അല്ലാന്ന് നമുക്കറിയാം. കാര്യം ഇവരെ നമുക്ക് ആസിഡ് ബേസ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പറയാം. ഇപ്പൊ HCl സോഡിയം ഹൈഡ്രോക്സൈഡും ആണെങ്കിൽ നമുക്ക് പറയാം അത് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണെന്ന് പറയാം. അപ്പൊ എന്താണ് ടൈട്രേഷൻ? ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനോൺ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അനലിറ്റിക്കൽ മെത്തേഡാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ടൈട്രൻഡ് കാണും, ടൈട്രൻഡ് കാണും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ അനലൈറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. അനലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരെയാണോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ അനലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് ഇൻഡിക്കേഴ്സ്, ഇപ്പോൾ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ആവശ്യം വരുന്നത്, പൊട്ടൻഷ്യോമെട്രി, അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് ടൈട്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പൊട്ടാഷ്യം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ടൈട്രേഷനിൽ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. എന്തായി പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈട്രൻഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യാണ്? അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ടൈട്രൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്യൂററ്റിൽ എടുക്കുന്ന ആള്, നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന ആള്, അതാണ് ടൈട്രൻഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മളുടെ ടൈട്രൻഡുമായിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് തരുന്നു? ഒരു ഇൻസോലിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് തരും. നമുക്കറിയാം നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇൻസോലിബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. പക്ഷേ ഈ സിൽവർ നൈട്രേറ്റും പൊട്ടാഷ്യം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് അവിടെ നമുക്ക് ഇൻസോലിബിൾ ആയിട്ടുള്ള ഒരു പ്രിസിപ്പിറ്റേറ്റ് നമ്മളുടെ റിയാക്ഷൻ ഫ്ലാക്സിൽ പ്രൊഡ്യൂസ്ഡ് ആവും. അപ്പൊ അത് അങ്ങനെ ഇൻസോലിബിൾ ആയിട്ടുള്ള ഒരു പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഇൻസോലിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മളുടെ ടൈട്രേഷൻ റിയാക്ഷനിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത്തരം ടൈട്രേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ റിയാക്ഷൻ നോക്കിക്കേ, സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും അത് തമ്മിൽ റിയാക്ട് ചെയ്ത്, നമ്മൾ പൊട്ടാഷ്യം ക്ലോറൈഡ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡും ഒക്കെ എന്താണ് നമ്മളുടെ കറക്റ്റ് ഒരേപോലത്തെ റിയാക്ഷനാണ് വരുന്നത്. അപ്പൊ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് സോഡിയം നൈട്രേറ്റും സിൽവർ ക്ലോറൈഡും തരും. ഈ സിൽവർ ക്ലോറൈഡിനെ പ്രസിപ്പിറ്റേറ്റ് എന്താണ്? പ്രത്യേകത എന്താണ്? അതൊരു പ്രസിപ്പിറ്റേറ്റ് ആണ്, അത് ഇൻസോലിബിൾ ആണ്. നമുക്ക് റിയാക്ഷൻ ഫ്ലാസ്കിൽ അതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനും പറ്റും. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻസോലിബിൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം ടൈട്രേഷൻ നമ്മൾ എന്ത് പറയും? ഇത്തരം ടൈട്രേഷൻ നമ്മൾ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ പ്രോസസ് ഓഫ് ടൈട്രേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ KCl and silver nitrate is commonly referred to as എന്താണ്? പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഇപ്പൊ നമ്മുടെ വാട്ടറിന്റെ ഹാർഡ്നെസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ടറിന്റെ ഹാർഡ്നെസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ EDTA ബേസ്ഡ് ആയിട്ടുള്ള ടൈട്രേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെലേറ്റിംഗ് ലിഗാൻഡ് വെച്ചിട്ടുള്ള ടൈട്രേഷൻ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ KCl-ഉം സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള ടൈട്രേഷൻ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് precipitation titration. മനസ്സിലാവുന്നു? എ precipitate is formed during titration, so it is a precipitation titration. Okay. അപ്പം നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ എന്താണ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേന് ഫിസിക്സും കെമിസ്ട്രിയും ഒരുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്താലേ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്കും നമ്മുടെ ഹൈലൈറ്റും എല്ലാം അതാണ്. കാര്യം നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം സൂര്യന് താഴെയുള്ള എല്ലാം നമ്മൾ പഠിക്കണം. ഇവിടെ നമുക്ക് ഫിസിക്സ്, നമ്മുടെ ഡിഗ്രി ലെവലിൽ പഠിച്ച ഫിസിക്സും കെമിസ്ട്രി, നമ്മുടെ NCERT-യിലെ ഫിസിക്സും കെമിസ്ട്രി അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ കുറേ എക്സാമ്പിളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഫിസിക്സ് പഠിച്ചവർക്ക് ബ്യൂണ എന്നും ബ്യൂണ എസും ഒക്കെ കേൾക്കുമ്പം നമുക്ക് ബ്യൂട്ടാഡൈൻ എന്താ പെട്ടെന്ന് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതാണ് എങ്കിലും ചെറിയൊരു ഡിഫിക്കൽട്ടി കാണും. അതുകൊണ്ട് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ എവിടെ കൊടുക്കണം? നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലാത്ത. ഇപ്പൊ കെമിസ്ട്രി പഠിച്ച ഒരാൾ എന്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, PG ക്ക് പഠിക്കുന്നു, അങ്ങനെയൊക്കെ പഠിക്കുന്നവരാണ്. ഇപ്പം PG ക്ക് പഠിക്കാത്തവരാണെങ്കിൽ പോലും ഡിഗ്രിക്ക് കെമിസ്ട്രി കാര്യമായിട്ട് നമ്മൾ തേർഡ് ഇയറിലൊക്കെ കെമിസ്ട്രി മാത്രമേ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കെമിസ്ട്രി അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഫിസിക്സ് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കെമിസ്ട്രി ഉള്ളവർ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഫിസിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫിസിക്സ് ആണ് നിങ്ങളുടെ ഡിഗ്രി എങ്കിൽ നിങ്ങൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാര്യം ഇപ്പം ഫിസിക്സുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും. പക്ഷേ കെമിസ്ട്രിക്കാർ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നെങ്കിലും ഫിസിക്സിന്റെ ആ ലെവലിൽ പഠിക്കുന്നില്ല. ഒപ്റ്റിക്സ് നമ്മൾ +2-നും ഡിഗ്രിക്കും ഒക്കെ സെക്കൻഡ് പേപ്പറിലൊക്കെ സെക്കൻഡ് പേപ്പറിലല്ല, നമ്മൾ സബ്സിഡിയറിയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒപ്റ്റിക്സ്. പക്ഷേ എങ്കിലും കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് അവർ പിന്നെ അതിലോട്ട് പോകുന്നില്ല. തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ ഫുൾ കെമിസ്ട്രിയാണ്. ഫിസിക്സുകാരെ സംബന്ധിച്ചും അതേപോലെയാണ്, അവർ കെമിസ്ട്രി പിന്നെ തേർഡ് ഇയറിൽ പഠിക്കുന്നില്ല. സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അല്ലാത്തത് അവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ നമ്മുടെ
ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും എന്താണ് ഇതിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫിസിക്സുകാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ +2 ലെവലിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം എങ്കിൽ മാത്രമേ രണ്ടുപേരും ഒരേപോലെ പഠിക്കത്തുള്ളൂ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോഴ്സിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സാംസ് എഴുതുന്നു, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ മറന്നിരുന്ന ഫിസിക്സുകാരാണെങ്കിൽ കെമിസ്ട്രി പഠിക്കും, കെമിസ്ട്രിക്കാരാണെങ്കിൽ ഫിസിക്സ് പഠിക്കും. അപ്പം നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. റേറ്റ് ലോ, ഞാൻ പറഞ്ഞില്ലേ റേറ്റ് ലോ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ലോ എന്നൊക്കെ ചോദിച്ചാൽ ചാടി കയറി എല്ലാവരും ആൻസർ ചെയ്യും. പക്ഷേ ഫിസിക്സുകാർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ടു ടെമ്പറേച്ചറുമായിട്ടാണോ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസുമായിട്ടാണോ, ആക്ടിവേഷൻ എനർജി ആയിട്ടാണോ, റിയാക്ഷൻ മെക്കാനിസവുമായിട്ടാണോ? അപ്പൊ റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. റേറ്റ് ലോ എന്തുമായിട്ടാണ്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അല്ലേ? നമ്മൾ റേറ്റ് ലോ റിലേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷന്റെ കേസിൽ റേറ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റേറ്റിനെ നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസുമായിട്ട് ബന്ധം, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം വരുന്നത്, ഇതിനെപ്പറ്റി പറയുന്നതാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, റേറ്റ് ലോയെ നമ്മൾ റേറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേന് ആ റിലേഷൻ എന്താണ്? ഇപ്പം നമ്മളൊരു റിയാക്ഷൻ പറയുവാണ്, A+B നമുക്ക് പ്രോഡക്റ്റ് തരികയാണ്. ഈ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരും? റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു M ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു N. ഇവിടെ എമ്മും എന്നും എന്താണ്? ഇതിൻ്റെ കോൺസെൻട്രേഷൻ പവേഴ്സ് ആണ്. ഇപ്പം ഇവിടെ എത്ര എടുത്തു എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റ് ലോ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? റേറ്റിന് റേറ്റ് കോൺസ്റ്റന്റും നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ ആണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ഞാനൊന്ന് പറയുകയാണ്. ഇവിടെ M+N എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേര് ഓർഡർ എന്നാണ്. എന്താണ്? റേറ്റ് ലോയിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സ് ആയിട്ട് വരുന്നവരെ നമ്മൾ എന്ത് പറയും? അവരുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എമ്മിന്റെ എന്നിന്റെ സ്ഥാനത്ത് 1 വരുവാണ് എന്ന് വെച്ചാൽ 1 മോൾ എയും 1 മോൾ ബിയും എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുവാണ്. അപ്പം നമ്മളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മോൾസ് വരും. എന്ന് വെച്ചാൽ നമ്മളുടെ റേറ്റ് ഇക്വേഷനിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡർ എന്ന് പറയുന്നത്. ഇനി മോളിക്കുലാരിറ്റി ഉണ്ട്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം. ഇപ്പം നമുക്ക് N2 + 3H2. ഇവിടെ എങ്ങനെയാണ് മോളിക്കുലാരിറ്റി? 1 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും. മോളിക്കുലാരിറ്റി 4 ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളുടെ റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ടു ദ പവർ X ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ടു ദ പവർ Y. ഈ റിയാക്ഷന്റെ കേസിൽ ഓർഡർ എങ്ങനെ വരും? X+Y. എന്നുവെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാം? റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് റേറ്റ് ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു A റേസ് ടു X ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. അതാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് എന്തായിരുന്നു? ദ റേറ്റ് ലോ റിലേറ്റ്സ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അതിനെയാണ് നമ്മൾ റേറ്റ് ലോ ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്നൊക്കെ പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളെല്ലാം ഈ ഒരു കൊളോയിഡ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പം കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ അറിയില്ല, കാര്യം അത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു എമൽഷൻ എന്ന് പറഞ്ഞാൽ? എമൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ സിസ്റ്റം ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്താ കൊളോയിഡ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. എന്താ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ? കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 ഫേസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അപ്പം ഹെട്രോജീനിറ്റി കാണിക്കുന്ന സിസ്റ്റങ്ങളെ അവിടെ നമുക്ക് എന്തെല്ലാം കാണും? ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് കാണും. എന്തെല്ലാം കാണും? ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും കാണും, അതുപോലെ തന്നെ ഒരു ഡിസ്പേർഷൻ മീഡിയവും കാണും. എന്താണെന്ന് ഞാൻ പറയാം. നമ്മള്
സൊല്യൂഷൻസിനെ പറ്റി പഠിക്കാറുണ്ട്. സൊല്യൂഷൻസിന്റെ കേസിൽ നമ്മൾ പറയും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ആണെന്ന് നമ്മൾ പറയും ഇല്ലേ. അപ്പം സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേർന്നതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് വാട്ടർ, ഉപ്പ് വെള്ളം, ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഉപ്പിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുക. അപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന എന്താണോ അതാണ് സൊല്യൂട്ട് അല്ലെ. ഉപ്പാണ് സൊല്യൂട്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ആണ്. നമ്മൾ 1 ഗ്രാം ഉപ്പെടുത്ത് 1 ml വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ എടുക്കുന്ന സാധാരണ എങ്ങനെയാണ്? ഇപ്പോൾ ഉപ്പ് വെള്ളം പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പിടുന്നു. അപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തതാണ് നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അതുപോലെയാണ് നമ്മളുടെ കൊളോയിഡൽ സിസ്റ്റത്തിൽ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം. അപ്പം നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് ഏതാണോ അതാണ് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം, നമ്മളുടെ സോൾവെന്റിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ആള്. ഇനി സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൊല്യൂട്ട് പോലെ, ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഉപ്പാണ് നമ്മളുടെ സൊല്യൂട്ട്. അപ്പൊ അതുപോലെയാണ് നമ്മൾ കൊളോയിഡ്സിന്റെ കേസിൽ അവരെ പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്നാണ്. ഏതാണോ ലാർജർ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് അതെന്താണ്? നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയവും സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് ഡിസ്പേർഷൻ ഫേസുമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ. എമൽഷൻ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എമൽഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൊളോയിഡൽ സിസ്റ്റത്തിന് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആവുക, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ആവുക. ഇങ്ങനെ നമുക്ക് പല പല കോമ്പിനേഷനിലുള്ള 8 കൊളോയിഡൽ സിസ്റ്റംസ് പോസിബിൾ ആണ്. അവിടെ പോസിബിൾ അല്ലാത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ വഴിയേ പറയാം. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? എമൽഷൻ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എമൽഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, എമൽഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്തായിട്ട് വരുന്നു? ലിക്വിഡ് ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള കൊളോയിഡൽ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് എമൽഷൻ. എമൽഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? മിൽക്ക്. മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മളുടെ കൊളോയിഡ്സിന് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് ഇതാ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസ് നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ആള് സോളിഡ് ആവുക, ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആവുക. ആ ടൈപ്പ് ഓഫ് കൊളോയിഡിനെ നമ്മൾ സോളിഡ് സോൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മളുടെ ജെം സ്റ്റോൺസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാം നമ്മളുടെ സോളിഡ് അല്ലെങ്കിൽ രണ്ടും സോളിഡ് ആയിട്ട് വരുന്ന സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എമൽഷൻ ആയിരുന്നു. എമൽഷൻ എക്സാമ്പിൾ കണ്ടോ? മിൽക്ക്, ഹെയർ ക്രീം. അവിടെ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും എന്തായിട്ട് വരികയാണ്? നമ്മളുടെ ലിക്വിഡ് ഫേസിൽ വരികയാണ്. ഈ ഒരു ചാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളോയിഡ്സിന്റെ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സിസ്റ്റം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ റാൻഡമായിട്ട് പറയുകയാണ്, ഞാൻ അല്ലാതെ ചില വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് റാൻഡമായിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മളുടെ ഗ്യാസ് സോളിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക, ഗ്യാസിന് സോളിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. മനസ്സിലാവുന്നു? ഗ്യാസ് ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത് അതിന് സോളിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? സോളിഡ് സോൾ എന്നാണ്. എക്സാമ്പിൾ എന്താണ്? പ്യൂമിക് സ്റ്റോൺ. നമ്മുടെ കാലിൻ്റെ കടിയിലൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യല്ലേ പ്യൂമിക് സ്റ്റോൺ, പാദങ്ങളിലൊക്കെ വൃത്തിയാക്കാനായിട്ട്. അപ്പം അവിടെ എന്താ ചെയ്യുന്നേക്കുന്നത്? അവിടെ പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് പാർട്ടിക്കിൾസിനെ നമ്മൾ എവിടെയാണ്? സോളിഡിൽ ഡിസ്പേഴ്സ് ചെയ്തേക്കുന്നതാണ്. ഇത് നോക്കിക്കേ, ഇവിടെ എയറോസോൾ പറയുന്നുണ്ട്. നോക്കിക്കേ, സോളിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതാണ് എയറോസോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്മോക്ക്, ഡസ്റ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എയറോസോളുകൾക്ക് എക്സാമ്പിൾ ആണ്. അവിടെ സ്മോക്ക് എന്ന് പറഞ്ഞാലും ഡസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു ഡ്രൈ അപ്പിയറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ സോളിഡിനെ ഗ്യാസിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ അത് എയറോസോൾ ആണ്. സ്മോക്കും ഡസ്റ്റും ഒക്കെ എക്സാമ്പിൾ ആണ്. ദാ ഇവിടെ വേറൊരു സിസ്റ്റം കൂടെ എയറോസോൾ എന്ന് പറഞ്ഞ് വന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാലും അതും എന്താണ്? എയറോസോൾ ആണ്. നമ്മുടെ ഫോഗ്, മിസ്റ്റ്, അവിടെയൊക്കെ ഒരു ലിക്വിഡ് അപ്പിയറൻസ്, മിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിക്വിഡ് അപ്പിയറൻസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ലിക്വിഡിനെ ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്തേക്കുക. ഇത് ഒന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസിയാണ്. ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മിൽക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എമൽഷൻ. താഴെ തന്നിരിക്കുന്നത് ഏതാണ്? എമൽഷൻ എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്താണ്? എമൽഷന് കറക്റ്റ് ആൻസർ മിൽക്ക് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് എക്സിബിറ്റ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ വരുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് നമുക്ക് പല കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, NiH2O6 times 2+, ZnH2O6 times 2+, MnF6 4- CrH2O6 times 2+. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ തന്നേക്കുന്ന 4 കോംപ്ലക്സിൽ ആരാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്നത്? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സെൻട്രോസിമെട്രി ഉള്ള മോളിക്യൂളുകൾ, ഒക്ടാഹൈഡ്രൽ മോളിക്യൂളുകളോ നമ്മുടെ സ്ക്വയർ പ്ലാനർ മോളിക്യൂളുകളോ ഒക്കെ കേസിലായിരിക്കും നമ്മുടെ ഈ ഒരു ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം എവിടെയാണോ അൺസിമെട്രിക്കലായിട്ട് ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് വരുന്നത് അവരെന്ത് കാണിക്കും? ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും. നമുക്കറിയാം ഡി ഓർബിറ്റൽസ് 5 എണ്ണമാണുള്ളത് അല്ലേ? ഇവരെങ്ങനെയായിരിക്കും? 1 2 3 4 5 5 എണ്ണം. ഇവരെന്ന് പറഞ്ഞാൽ ഡീജനറേറ്റ് ആയിരിക്കും. ഇവർക്ക് ഒരേ എനർജി ആയിരിക്കും. ഏതൊക്കെയാണ് നമ്മുടെ ഡി ഓർബിറ്റലുകൾ? DX² - Y², DZ², DXY, DXZ, DYZ. ഇവരാണ് നമ്മുടെ ഡി ഓർബിറ്റൽസ്. ഇവർക്ക് ഒരേ എനർജി ആയിരിക്കും. പക്ഷെ ഒരു ലിഗാൻഡ് വരുവാണ്. ലിഗാൻഡ് വരുമ്പോഴത്തേന് ഇവരുടെ എനർജിയിൽ വ്യത്യാസം വരും. ഒക്ടാഹൈഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ്സ് വരുമ്പോഴത്തേന് ഇവരെന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2 സെറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരുപാട് കഥകൾ പറയാനുണ്ട്, അത്രയും പറയാൻ സമയമില്ല. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? T2G എന്നും EG എന്നും പറഞ്ഞ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. T2G എന്ന് പറഞ്ഞാൽ ട്രിപ്പിളി ഡീജനറേറ്റ് ആയിട്ടുള്ള 3 ലെവലും, EG എന്ന് പറഞ്ഞാൽ ഡബിളി ഡീജനറേറ്റഡ് ആയിട്ടുള്ള 2 ലെവലുമാണ് വരുന്നത്. മനസ്സിലാവുന്നോ? ഈ T2Gയിൽ വരുന്ന ആൾക്കാരാണ് DXY, DXZ, DYZ. ഇനി EG വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ്? DX² - Y², DZ². മനസ്സിലാവുന്നു? അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. D1 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ. D1 കോൺഫിഗറേഷൻ വരുമ്പോൾ എങ്ങനെയാണ്? T2Gയിലായിരിക്കും. കാര്യം ഇവർ തമ്മിൽ എനർജി ഗ്യാപ്പ് ഉണ്ടല്ലേ, ഇത് ബാരി സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം T2Gയിലായിരിക്കും ആദ്യത്തെ ആ ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പം നോക്കിക്കേ, ഈ T2Gയിലെ ഫില്ലിങ്, ഈ T2G ലെവലിനെ സംബന്ധിച്ച് ഈ ഇലക്ട്രോണിന് ഇവിടെ ഒക്യുപ്പൈ ചെയ്യാം, ഇവിടെ ഒക്യുപ്പൈ ചെയ്യാം, ഇവിടെ ഒക്യുപ്പൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ഈ 3 ലെവലുകൾ എന്താണ്? ഡീജനറേറ്റ് ആണ്. ഇവിടെ ഫില്ലിങ് നടന്നേക്കുന്നത് എങ്ങനെയാണ്? അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് നടന്നേക്കുന്നത്. എവിടെയാണോ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ഉള്ളത് അവിടെ എന്ത് കാണിക്കും? ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും. മനസ്സിലാകുന്നോ? ഇപ്പം എന്താ ഇങ്ങനെ വന്നേക്കുക. ഇതെന്ന് നോക്കിക്കേ, T2Gയിൽ 3 ഇലക്ട്രോണുകളുണ്ട്. സിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് അല്ലേ? ഇനി EGയിൽ ഇലക്ട്രോണുകളും ഇല്ല. അപ്പൊ എന്താണ്? EGയും T2Gയും സിമെട്രിക്കൽ ആയിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. T2G സിമെട്രിക് ഫില്ലിംഗ് ഒരേപോലെ, EGയിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പം T2G എടുത്താൽ സിമെട്രിക് ഫില്ലിംഗ്, EG എടുത്താൽ സിമെട്രിക് ഫില്ലിംഗ്. ദാ EGയിൽ ഒരു ഇലക്ട്രോൺ വന്നു. ഇവിടെ നോക്കിക്കേ, സിമെട്രിക് ഫില്ലിംഗ് ആണോ? ആണ്. EG ആണെങ്കിലോ, EGയിൽ ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ഈ 2 ലെവലും ഒരേപോലെ. ഇതിന് DX² - Y²ഇരിക്കാം, DZ²ഇരിക്കാം, രണ്ടും ഒരേപോലെയാണ്. പക്ഷേ ഫില്ലിംഗ് എങ്ങനെയാണ്? അൺസിമെട്രിക്കൽ ആണ്. എന്ന് വെച്ചാൽ ഒരേപോലെ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലാണ് എന്ത് വരുന്നത്? അൺസിമെട്രിക്കൽ ഫില്ലിംഗ് എവിടെയുണ്ടോ അവിടെ എന്ത് വരും? ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ വരും. ഇപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വന്നേക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇവിടെ T2Gയിൽ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ്. കാര്യം നോക്കിക്കേ, ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് എക്സ്ട്രാ ഇലക്ട്രോൺ വന്നേക്കുന്നത്. EG സിമെട്രിക്കലായിട്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അവിടെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ട്. മനസ്സിലാകുന്നു? അപ്പം നമ്മൾ ഈ കോംപ്ലക്സുകളുടെ കേസിലെല്ലാം എന്ത് നോക്കണം? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണം. അവരെങ്ങനെയാണ് ഫില്ല് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. ഇവിടെ നിക്കൽ 2+ സിസ്റ്റമാണ്. ഇവിടെ നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? നിക്കൽ വരുമ്പോഴത്തേന് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D8 4s2 എന്ന് പറഞ്ഞാണ് വരുന്നത്. മനസ്സിലാവുന്നു? ഇവിടെ നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? നിക്കൽ 2+ എന്ന് എഴുതാം. അതായത് 3D8 കോൺഫിഗറേഷൻ ആണ്. വാട്ടർ എന്ന് പറയുന്ന ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അവിടെ പെയർ ചെയ്യാനുള്ള കഴിവൊന്നും വാട്ടറിനില്ല. അപ്പം നമ്മുടെ 5 ഡി ഓർബിറ്റൽസ് ഇതാ ഒരേപോലെ ഇരിക്കുവാണ്. ലിഗാൻഡ് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് അത് എങ്ങനെയാവും? T2G എന്നും EG എന്നും പറഞ്ഞ് സ്പ്ലിറ്റ് ആവും. T2Gയിൽ 3 ലെവലും EGയിൽ ഡബിളി ഡീജനറേറ്റ് ആയിട്ടുള്ള 2 ലെവൽസ്. അപ്പോൾ ഈ 8 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ആദ്യം 3 എണ്ണം T2Gയിൽ ഫില്ല് ചെയ്യും. പിന്നെ എങ്ങനെയാണ്? EGയിൽ ഫില്ല് ചെയ്യും. ഇപ്പം എത്രയായി? 3 2 5. ബാക്കിയുള്ള 3 ഇലക്ട്രോൺസോ ദാ ഇവിടെ ഫില്ല് ചെയ്തു. അപ്പം നമ്മുടെ NiH2O6 ടൈം 2+ന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? T2G6 EG2. ഇവിടെ നോക്കിക്കേ, T2Gയിൽ ഇലക്ട്രോണുകൾ എന്താണ്?
സിമെട്രിക്കലായിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്, ഇ ജിയിലും സിമെട്രിക്കലായിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഈസ് നോ ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ. ഇനി അടുത്ത കേസ് നോക്കിക്കേ, സിങ്ക് 2+. സിങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എന്ത് വരും? സിങ്ക് എന്ന് പറഞ്ഞാൽ D10S2 ആണ് വരുന്നത്. ഇനി സിങ്ക് 2+ എന്ന് പറയുമ്പോൾ അവിടെ D10 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. D10 കോൺഫിഗറേഷൻ വരുമ്പോഴത്തേന് ഇവിടെ എങ്ങനെ വരും? ഇവിടെ 6 ഇലക്ട്രോൺസ്, ഇവിടെ 4 ഇലക്ട്രോൺസ്. അപ്പോഴും എങ്ങനെയാണ്? T2G. അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? T2G6 EG4 എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് അവിടെയും എന്താണ്? സിമെട്രിക് ഫില്ലിംഗ് ആണ്. ദർ ഇസ് നോ ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ. അടുത്തത് വരുന്നത് എന്താണ്? MnF6 4-. അപ്പൊ ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. X-6 എന്ന് പറയുന്നത് -4 ആണ്, X എന്ന് പറയുന്നത് +2 ആണ്. അതായത് ഇവിടെ മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേന് മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? D5S2 എന്ന് പറഞ്ഞു വരും. മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴത്തേന് മാംഗനീസിന്റെ കോൺഫിഗറേഷൻ D5 വരും. D5-ല് ഫ്ലൂറിനാണ് ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫ്ലൂറിൻ ലിഗാൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? ഇലക്ട്രോണുകളുടെ പെയറിംഗ് ഒന്നും നടക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമ്മുടെ T2G ലെവലിലും EG ലെവലിലും ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് എങ്ങനെ വരും? Mn2+ ആണ്, അതായത് D5 സിസ്റ്റം ആണ്. അപ്പൊ എങ്ങനെ വരും? ഇവിടെ T2G3 EG2 അങ്ങനെയല്ലേ? T2G3 EG2 എന്ന് പറഞ്ഞു വരും. അതായത് എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെയും സിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്തില്ല? ദർ ഇസ് നോ ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ. മനസ്സിലാവുന്നു? ഇവിടെയും ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഈ 3 കോംപ്ലക്സുകൾ അല്ലെങ്കിൽ 4ാമത്തെ ആയിരിക്കും, ഉറപ്പാണ്. പക്ഷെ നമുക്കതൊന്ന് കൺഫേം ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ക്രോമിയം 2+ സ്റ്റേറ്റസ്. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. ക്രോമിയം എന്ന് പറഞ്ഞാൽ D5S1. കാര്യം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആകുമ്പോൾ അത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ D4S2 ആണ്. പക്ഷെ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ട് ആ എസിൽ ഒരു ഇലക്ട്രോൺ കൂടെ എങ്ങോട്ട് വരും? ഡിയിലോട്ട് വരും. അങ്ങനെ D5S1 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനിലോട്ട് വരും. ഇവിടെ നിന്ന് 2 ഇലക്ട്രോണുകൾ പോവുക, അതായത് എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകും. ക്രോമിയം 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേന് എസിൽ നിന്ന് എന്ത് പോവും? എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവും, ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവും. അതായത് ക്രോമിയം 2+ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങോട്ട് പോവും? D4 എന്ന് പറഞ്ഞ് വരും. D4 വരുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ നമ്മുടെ 5 ഡി ഓർബിറ്റൽസ് ഒരേപോലെ നിൽക്കുവാണ്, അവർ ഡീജനറേറ്റ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇവിടെ നമ്മുടെ 1 2 3 ഇവിടുത്തെ ലിഗാൻഡ് വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ഇലക്ട്രോൺ എവിടെ പോവും? നമ്മുടെ EG ലെവലിലോട്ട് പോവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രോമിയം കോംപ്ലക്സിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? T2G3 EG1 എന്ന് പറഞ്ഞു വരും. അതായത് EG-യിൽ എങ്ങനെയാണ്? അൺസിമെട്രി വരുന്നുണ്ട്. EG-യിൽ ഒരു ലെവലിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ, മറ്റേതിൽ ഇല്ല. ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരേപോലെയാണ്, അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കും. സോ ഈ കോംപ്ലക്സിന്റെ കേസിൽ ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കില്ലേ? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. CrH2O 6 × 2+ ആണ് ജോൺടെല്ലർ ഡിസ്റ്റോർഷൻ എക്സിബിറ്റ് ചെയ്യുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടാണ്. 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക, ഇലക്ട്രോൺ ഫില്ലിംഗ് നോക്കുക. അപ്പോൾ ഇവിടെ വാട്ടർ ലിഗാൻഡ് വന്നുകൊണ്ട് പ്രശ്നമില്ല, വാട്ടറും ഫ്ലൂറിനും ആണ് വീക്ക് ലിഗാൻഡ് ആണ്. പക്ഷെ സയനൈഡ് ഒക്കെ വരുമ്പോൾ എന്താണ്? എഗെയിൻസ്റ്റ് ഹൺസ് റൂള് എന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിങ് T2G-യിൽ നടന്നതിന് ശേഷമായിരിക്കും EG-യിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഒന്ന് പഠിക്കണം. ഇവിടെ നോക്കിക്കേ, ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ കോളം ക്രൊമാറ്റോഗ്രഫി. കോളം ക്രൊമാറ്റോഗ്രഫിയിലെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഇവിടെ എന്താണ്? ഒരു കോളത്തിൽ നമ്മൾ എന്താണ്? നമ്മുടെ സ്റ്റേഷനറി ഫേസിനെ ഫില്ല് ചെയ്യുകയാണ്. സ്റ്റേഷനറി ഫേസ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് റെസിൻസ് ആയിരിക്കും. ആ റെസിൻസിനെ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ റെസിൻസിനെ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ ബ്യൂററ്റ് പോലെ ഇരിക്കും. നമ്മുടെ ക്രൊമാറ്റോഗ്രാഫിക് കോളം ഇങ്ങനെയായിരിക്കുന്നത്. ഈ ബ്യൂററ്റിനകത്തോട്ട് നമ്മുടെ റെസിനെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട നമ്മുടെ അനലൈറ്റ് ഉണ്ട്. ആ അനലൈറ്റിന് നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്യും. സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ടോപ്പ് ഓഫ് ദ കോളം നമ്മളുടെ അനലൈറ്റിനെ മൊബൈൽ ഫേസിൽ മിക്സ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ മിക്സറിനകത്ത് പല കമ്പോണൻസ് കാണും. ഈ പല കമ്പോണൻസിനും കോളവുമായിട്ടുള്ള അഫിനിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നു? അപ്പം നമുക്ക് ഇവിടെ കണ്ടോ പല കമ്പോണൻസ് ഉണ്ട്. അപ്പം ഈ കമ്പോണൻസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കമ്പോണൻസിനെ എല്ലാം കൂടെ
എന്ത് ചെയ്യും, നമ്മൾ കോളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ഫേസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്, എല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യും, മൊബൈൽ ഫേസ് ആഡ് ചെയ്യും. മൊബൈൽ ഫേസ് ആഡ് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ഈ പല പാർട്ടിക്കിൾസും ഞാൻ പറഞ്ഞില്ല, ഈ പലതിനും നമ്മുടെ കോളവുമായിട്ടുള്ള അഫിനിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം അഫിനിറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ച് ഇവർ മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേഷനറി ഫേസ്, നമ്മുടെ കോളവുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളവർ എന്ത് ചെയ്യും, ഈ കോളത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അവർ പതുക്കെ മാത്രമേ കോളത്തിൽ നിന്ന് എല്യൂട്ട് ചെയ്ത് വരത്തുള്ളൂ. മനസ്സിലാവുന്നോ? ഇനി കോളവുമായിട്ട് അഫിനിറ്റി കുറഞ്ഞവർ എന്ത് ചെയ്യും, മൊബൈൽ ഫേസിലൂടെ പെട്ടെന്ന് കോളത്തിൽ നിന്ന് എല്യൂട്ട് ചെയ്ത് പുറത്തു വരും. ആ ഒരു സെപ്പറേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എല്യൂഷൻ. നമ്മുടെ ക്രൊമാറ്റോഗ്രാഫിക് കോളത്തിൽ നിന്ന് നമ്മളുടെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മുടെ മൊബൈൽ ഫേസ് യൂസ് ചെയ്യുമ്പോഴത്തേന് അത് ഇപ്പം കോളവുമായിട്ട് ലെസ് അഫിനിറ്റി ഉള്ളവർ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് മൊബൈൽ ഫേസിന്റെ കൂടെ എന്ത് ചെയ്യും, കോളത്തിൽ നിന്ന് പുറത്തോട്ട് വരും. മനസ്സിലാവുന്നു? കണ്ടോ, ഡിഫറെന്റ് കമ്പോണൻസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ നമ്മളതിനെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ എല്യൂട്ട് ചെയ്ത് വരും. അപ്പം ഡിഫറെന്റ് ഫേസസ് എല്യൂട്ട് ചെയ്ത് വരും. അപ്പം ഇതാണ് കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നടക്കുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ ഓരോ കമ്പോണന്റിന്റെയും ആ ഒരു അഫിനിറ്റി അനുസരിച്ച് എന്ന് വെച്ചാൽ മനസ്സിലാവുന്നു, ഡിഫറൻഷ്യൽ അഡ്സോർഷൻ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പല കമ്പോണന്റും പല അഡ്സോർഷൻ റേറ്റുകളായിരിക്കും. ആ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ അഡ്സോർഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോളവുമായിട്ട് ചിലത് നല്ല ടൈറ്റ് ആയിട്ട് അഡ്സോർബ് ചെയ്യും, ചിലത് വളരെ ടൈറ്റ് ആയിട്ട് അഡ്സോർബ് ചെയ്യത്തില്ല. അവർ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫേസിന്റെ കൂടെ പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ അഡ്സോർഷൻ ആണ്. പല കമ്പോണൻസിന്റെയും അഡ്സോർഷൻ റേറ്റ് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഡിഫറൻഷ്യൽ അഡ്സോർഷൻ ആണ് ഇവിടെ നടക്കുന്നത്, കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളായിരുന്നു, എന്താണ് കോളം ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ, എന്താണ് ഡിഫറൻഷ്യൽ അഡ്സോർഷൻ. മോർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ അഡ്സോർഷൻ. ആ വേർഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.